ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇന്ന് വീണ്ടും തീരദേശത്തൂടെ ഒരു യാത്ര. സിദ്ധാർത്ഥിനൊരു ജോലിയില്ലാത്തതുകൊണ്ട് രാവിലെ എന്നെ വിളിച്ചോട്ട് ഇറങ്ങിയേക്കുവാണ്. അതായത് മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ പോകണമെന്നും പറഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കടൽ തീരത്തൂടാണ് പോകുന്നത്. കടൽ കണ്ട കാറിനകത്ത് ഇരുന്നുകൊണ്ട് തൊട്ടടുത്താണ് കടൽ. തിരയൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കാണാം. തൊട്ടടുത്താണ് ഉണ്ടോ തിര വരുന്നത്, തിര അടിക്കുന്നുണ്ട. നല്ലൊരു തിര അടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ വീഴും. എൻ്റെ കൊച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ റോഡ് കഴിഞ്ഞ് ഒരുപാട് വീടുകൾ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. ആ വീടെല്ലാം കടലെടുത്ത് പോയേക്കുവാണ്. ഇപ്പോൾ റോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ കടലാണ്. അപ്പോൾ കടലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലോട്ട് ഒന്ന് പോവാം. സിദ്ധാർത്ഥിന് വലിയ ആഗ്രഹമാണ്. സിദ്ധാർത്ഥ് ഇതുവരെ ആശ്രമത്തിൽ പോയിട്ടില്ല. അപ്പോൾ ആശ്രമം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആശ്രമത്തിലോട്ട് പോവാം. കടലിൻ്റെ കാഴ്ചകൾ നല്ലപോലെ തിര അടിച്ച റോഡില്ല. തിര വരുന്നുണ്ട. തിര നല്ലപോലെ പൊങ്ങി തിര അടിച്ചു കഴിഞ്ഞാൽ റോഡിൽ വന്ന് വീഴും. നമ്മൾ അമൃതാപുരിയിലോട്ടുള്ള വഴിയിലാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടന്ന് അങ്ങോട്ട് പോവുകയാണ്. മാതാ അമൃതാനന്ദമയ്യെ എനിക്കൊരു 10-35 വർഷം തൊട്ടറിയാം. അന്ന് ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ചെറിയൊരു ഷെഡായിരുന്നു. ആ സമയം തൊട്ട് ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയതാണ്. ഇതാണ് അമ്മയുടെ അവിടോട്ടുള്ള മെയിൻ വഴി. കടത്തുകടവാട്ടോ, കടത്താണ്. നേരത്തെ കടത്തായിരുന്നു. ഇപ്പോൾ പാലം വന്നിട്ടുണ്ട്. വണ്ടിയൊന്നും പോകുന്ന പാലമല്ല, അല്ലാത്ത പാലം വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. അമ്മയുടെ ആശ്രമത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ കണ്ടോ? വലിയ വലിയ കെട്ടിടങ്ങളാണുള്ളത്. അതിൻ്റെ മതിലും ഗേറ്റും ഒക്കെ ഉണ്ടോ? മതിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ പിന്നെ മുള്ളുവേലിയൊക്കെ ജയിലിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ചെയ്തേക്കുന്നത്. ആരും മതിലാടായിരിക്കാനാട്ടോ. മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള പാലമാണ്. ഈ പാലം കയറി അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ വള്ളിക്കാവ് ജംഗ്ഷനാണ്. അതിൻ്റെ കായലാണ്. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ കടലുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മാതാ അമൃതാനന്ദമയുടെ ആശ്രമം. അപ്പോൾ ഈ പാലം കയറി വണ്ടി പോകത്തില്ല കേട്ടോ, വണ്ടിയൊന്നും പോകത്തില്ല. കാൽനടക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഈ പാലം കയറി അപ്പുറത്തിറങ്ങിയ വള്ളിക്കാവ് ജംഗ്ഷനാണ്. പിന്നെ ആശ്രമം അവിടെ ഒരു ഫിഷിംഗ് ബോട്ട് പോകുന്നുണ്ട്. ബോട്ടൊക്കെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇന്ന് നാളെയൊക്കെ ഇറങ്ങും. ഇന്നത്തേരം കഴിഞ്ഞ് ഇന്ന് ചതയാഘോഷമാണ്. ഇന്നത്തേരം കഴിഞ്ഞാൽ ബോട്ടൊക്കെ ഇറങ്ങും ചിലപ്പോൾ. അതായത് ബോട്ട് പോകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് ബോട്ടുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ആശ്രമത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് സിദ്ധാർത്ഥ് വന്നത്. ഇപ്പോൾ നമ്മൾ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും. ഇനി നമുക്ക് ആശ്രമത്തിനകത്തോട്ട് പോകാം. കെട്ടിടങ്ങളൊക്കെ കണ്ടോ? മാതാ അമൃതാനന്ദമയുടെ സുനാമി വന്നിട്ട് ഒന്നും ചലിക്കാത്ത കെട്ടിടങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നല്ല രീതി പൈൽ ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളാണ് ഇതെല്ലാം. സുനാമി വന്നിട്ട് ഇവിടെ ഒന്നും ഏഷ്യായിട്ടില്ലെന്നുള്ളതാണ്. നോ പാർക്കിങ്, വണ്ടി പാർക്കിങ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇല്ല, പാർക്കിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ വണ്ടി ഇട്ടേക്കുന്നുണ്ട്. സിദ്ധാർത്ഥ കൊണ്ട് വള്ളിക്കാലമ്മ ദർശനം വൈകിട്ടേ ഉള്ളു. ഇനി ഇപ്പോഴൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ ജസ്റ്റ് സിദ്ധാർത്ഥിനെ ഒന്ന് ആശ്രമം കാണിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അകത്തോട്ട് വെറുതെ കയറി പോകണമെങ്കിലും പാസ് എടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ പാസ് എടുത്ത് കയറിയാണ്ട് കാര്യമില്ല. അമ്മയെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, വൈകിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിദ്ധാർത്ഥ് കണ്ടോ? സിദ്ധാർത്ഥ് കണ്ടോ? അങ്ങോട്ട് ഇങ്ങിന്നു ആശ്രമമൊക്കെ കണ്ടോ? മാതാ അമൃതാനന്ദമയെ കാണണമെങ്കിൽ വൈകിട്ടേ പറ്റത്തുള്ളൂ സിദ്ധാർത്ഥ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ഒരു ദിവസം വരാം. അന്നേരം നമുക്ക് അമ്മയെ കാണാം. ഇനിയിപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ പാസ് കൊടുത്ത് വേണം കയറാൻ.
അതുകൊണ്ട് ആദ്യം അമ്മയ്ക്കുണ്ടായിരുന്ന ആശ്രമം ഇവിടെ ആയിരുന്നു. ഇവിടെ ഒരു ഓലപ്പെരയായിരുന്നു, ഓല ഷെഡ്. ഒരു 40-45 വർഷം മുമ്പ് ഇതായിരുന്നു. ഇത് മാതാമൃതാനന്ദമയുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള കടലിലാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. ബീച്ച് പോലെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇഷ്ടം പോലെ. വിദേശികളാണ് കൂടുതലുള്ളത്. തൊട്ടടുത്തുള്ള ഇതാ, ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മാതാമൃതാനന്ദമയുടെ ആശ്രമം നിൽക്കുന്നത് കേട്ടോ. നല്ല തിര ആഞ്ഞടിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വീട് നിന്ന സ്ഥലങ്ങളാണ് ഇത്. ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-100 മീറ്ററിന് മേളിൽ അങ്ങോട്ട് വീടുകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-35 വർഷം മുമ്പ് ഇവിടെയൊക്കെ ശരിക്ക് വീടുണ്ടായിരുന്നതാണ്. ഇപ്പം ഒന്നുമില്ല, എല്ലാം കടലെടുത്ത് പോയി. മൊത്തം കടൽ കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പാർക്ക് പോലെ ഇവിടെ വന്ന് ഒരുപാട് സമയം ഇരുന്നിട്ട് പോകാൻ. നല്ല കാറ്റുമൊക്കെ കിട്ടും രാവിലെ. നല്ല അന്തരീക്ഷമാണ്. ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിരിക്കാനും കടൽ കാണാനും ഒക്കെ. സായിപ്പ് യോഗ ഒക്കെ ചെയ്യുന്നത്. യോഗ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കണ്ടോ ഹാപ്പി ഓണം, മാതാമൃതാനന്ദമയുടെ അവിടുത്തെ ഹാപ്പി ഓണം കണ്ടോ. കണ്ടോ ബാ. അടുത്ത നമ്മൾ ചെറുകഴിക്കൽ എത്തി. ചെറുകഴിക്കൽ എന്ന് പറയുമ്പോൾ സുനാമി വന്ന ഒരുപാട് ആൾക്കാർ മരിച്ച സ്ഥലമാണ് ചെറുകഴിക്കൽ. ഇവിടെ ചെറുകഴിക്കൽ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് സ്കൂളാണ്, ചെറുകഴിക്കൽ സ്കൂൾ. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അന്ന് സുനാമി പെട്ടുപോയതാണ്. വേണ്ടേ ഇവിടെ ഈ ചെറിയ ക്ഷേത്രമുണ്ട് റോഡിന് പടിഞ്ഞാറ് വശത്ത്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് വീടുണ്ടായിരുന്നു. ഒരുപാട്, എൻ്റെ കൊച്ചിലേക്ക് ഒരുപാട് 1 കിലോമീറ്ററോളം നീളത്തിൽ ബാക്കിലോട്ട് വീടുണ്ടായിരുന്നു. ഇപ്പം കടലാണ്. എൻ്റെ ബാക്കിലൊന്നും വീടില്ല, അമ്പലം മാത്രമേ ഉള്ളൂ. അമ്പലത്തിൻ്റെ ബാക്കിൽ കടലുമാണ്. നമ്മുടെ കാട്ടിലെ അമ്പലത്തിലെ കൂട്ടാണ്. അമ്പലത്തിൻ്റെ ബാക്കിൽ കടലാണ്. ഇനി നമുക്ക് അമ്പലം പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പലം കാണാം. ചെറുകഴിക്കൽ അമ്പലമാണ്. റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിലും കിഴക്കേ സൈഡിലായിട്ടുള്ള അമ്പലമാണ്. ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള കൊത്തുകൈ പണിയാണ് ഇവിടെ അമ്പലത്തിൻ്റെ. മൊത്തം കടപ്പ, ഗ്രാനൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇതിനകത്ത് മൊത്തം പണി കഴിപ്പിച്ചേക്കുന്നത്. ഇത് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നത്, വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ് ഈ അമ്പലത്തിൻ്റെ. നമുക്കിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാം. ശ്രീ കാശിനാഥ ക്ഷേത്രം ചെറുകഴിക്കൽ കേട്ടോ. നമ്മളിപ്പോൾ ചെറുകഴിക്കലാണ്. ചെറുകഴിക്കൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മൊത്തം ഗ്രാനൈറ്റിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് പൊളിച്ച് ഇപ്പോൾ പണിഞ്ഞതാണ്. പണിഞ്ഞുകൊണ്ടിരിക്കുക, പണി തീർന്ന് ഏറെക്കുറെയൊക്കെ തീർന്ന്. അപ്പം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട നല്ല മനോഹരമായ കാഴ്ചകളാണ് ചെറുകഴിക്കൽ ക്ഷേത്രത്തിലെ. ബാലയ പുനരവതാനിങ്ങു കൊടാഞ്ഞു പാലോല ചിന്തയ പിടിച്ചേതുമൊന്നറിയാതെ വലിച്ചു ചരണങ്ങളെടുത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനും സിദ്ധാർത്ഥമായിട്ട് യാത്ര തുടരുവാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മളിഞ്ഞ്. അടുത്ത നല്ല നല്ല ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ച് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ചെറുകഴിക്കൽ അമ്പലം, അതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ സ്കൂളും കേട്ടോ. ചെറുകഴിക്കൽ അമ്പലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്.
ഇപ്പോൾ അമ്പലം പൊളിച്ച് പുതിയതായിട്ട് പണിഞ്ഞതാണ്. പണിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. രാത്രിയിലാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ ശരി, എല്ലാവർക്കും